KL Dave XD എന്ന് പറഞ്ഞ ചാനൽ പുതിയൊരു ലോങ് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഇന്ന് തുർക്കി പോർച്ചുഗൽ മാച്ചാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രഡിക്ഷൻ ലോങ് വീഡിയോ ആണിത്. അപ്പോൾ നേരെ എന്തെങ്കിലും കളിയിലോട്ട് പോകാം. നമ്മൾ നേരത്തെ പ്രഡിക്ഷൻ വൈസുള്ള പോയിന്റ് ടേബിൾ ഇങ്ങനെയാണ്. പോർച്ചുഗൽ ഫസ്റ്റാണ്, പക്ഷേ റിയൽ ഇങ്ങനെയല്ല. റിയലിൽ പോർച്ചുഗൽ സെക്കൻഡ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, തുർക്കി ഫസ്റ്റുമാണ്. പക്ഷേ ഇതിലങ്ങനെയല്ല, തുർക്കി പൊട്ടി ഫസ്റ്റ് കളി. അതായത് നമുക്ക് കളിയിലോട്ട് തന്നെ പോവാം. ഓക്കെ ഗൈസ്, കളി അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും ഈ ഒരു ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. 50 ലൈക്കാണ് ഇന്നത്തെ ടാർഗറ്റ്. അപ്പോൾ കളി തുടങ്ങുവാണ്. കുറച്ച് ലാഗ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അത് കുറച്ച് ഗ്രാഫിക്സിൻ്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. അത് ഗെയിമിൻ്റെ ബഗ്ഗാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇതൊക്കെയാണ് ലൈനപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, കളി തുടങ്ങാൻ പോകണം. അപ്പോൾ തുർക്കിയുടെ ടച്ചോട് കൂടിയാണ് കളി തുടങ്ങിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് താരം ഗ്യൂളറിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗ്യൂളറിനും വേറൊരാൾ മാത്രമേ എനിക്ക് തുർക്കിയിൽ അറിയുള്ളൂ. ഓക്കെ ഗൈസ്, കളി തുടങ്ങിയിട്ടുണ്ട്. പോർച്ചുഗൽ നമ്മൾ തന്നെ ഗോളാക്കാം. നമുക്കിപ്പോൾ റാഫേലിയോ, നമുക്ക് റൈറ്റിലോട്ട് കൊടുക്കാം. ബെർണാഡോ സിൽവ ഗോൾ. 7-ാം മിനിറ്റിൽ തന്നെ അടിച്ച് ഗോൾ. അപ്പോൾ എൻ്റെ പ്രഡിക്ഷനിൽ ഈ ഒരു മിനിറ്റിൽ പോർച്ചുഗൽ ഗോൾ അടിക്കുന്നതാണ് എൻ്റെ ഈ ഒരു കളി വൈസ് പ്രഡിക്ഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ആരെങ്കിലും കമൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഈ ഒരു മൂന്നാമത്തെ മാച്ച് നമുക്ക് ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണോ, ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യണം? മിക്കവാറും പറയുകയാണെങ്കിൽ തന്നെ ഷോർട്സ് അപ്ലോഡ് ചെയ്യാനായിരിക്കും പറയുക. എന്തായാലും ഇപ്പോൾ അവരുടെ അറ്റാക്കാണ്, തുർക്കിയുടെ അറ്റാക്ക്. എനിക്കിട്ട് തന്നവർ. ഓക്കെ, പിന്നെ അധികം വൈകാതെ നമ്മുടെ ചാനലിലൊരു പുതിയൊരു ഇത് തുടങ്ങുന്നുണ്ട്. ഹൊറർ ഗെയിംസ് വീഡിയോസൊക്കെ വരുന്നുണ്ട്. ഒരു പുതിയ ഹൊറർ ഗെയിമൊക്കെ വരുന്നുണ്ട്. അതേതാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞ് സസ്പെൻസ് കളയുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് പന്ത്. 1-0 സ്റ്റിൽ. നമ്മളാണ് ലീഡിങ്. ക്രിസ്ത്യാനോ റൊണാൾഡോ, എൻ്റെ ഫേവറേറ്റ് പ്ലെയർ ഇൻ ഫുട്ബോൾ, ക്രിസ്ത്യാനോ റൊണാൾഡോ. തുർക്കിയിൽ പന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കളി ഇങ്ങനെയാണ് പോണത്. പിന്നെ നിങ്ങൾക്ക് യൂറോ കപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബ്ബും, പിന്നെ കോപ്പ അമേരിക്ക തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കോപ്പ അമേരിക്കയുടെ ടൂർണമെൻറ്റ് ഫിഫയിൽ അഥവാ FC മൊബൈലിൽ അവരിറക്കിയിട്ടില്ല. PC-യുടെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ലോങ് ഷൂട്ട് അടിക്കാം. പോയി. ഓക്കെ, അപ്പോൾ കോപ്പ അമേരിക്ക ചെയ്യാൻ പറ്റില്ല. സോ ഇത് പോർച്ചുഗലിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോപ്പ അമേരിക്ക ജയിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം. ഓക്കെ, കോപ്പ അമേരിക്കയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലബ്ബും പറയുക, അല്ലെങ്കിൽ രാജ്യം പറയുക. അതൊക്കെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതിൽ കളി ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗോളിന് ശേഷം പിന്നെ ഒരു വലിയ സംഭവമൊന്നും നടന്നിട്ടില്ല. എന്തായാലും നമ്മുടെ കയ്യിൽ തന്നെ പന്ത് ഇപ്പോൾ ബെർണാഡോ സിൽവ, ക്രിസ്ത്യാനോ റൊണാൾഡോ റൈറ്റ് വിങ്ങിലാണ് പുള്ളി ഇപ്പോൾ ഉള്ളത്. ഓക്കെ, ഡിയാഗോ ഡലോട്ട്. പക്ഷേ ഹാഫ് ടൈം വിളിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ തന്നെ ജയിച്ച് നിൽക്കുന്നത് ഹാഫ് ടൈമിൽ. സോ 1-0 പോർച്ചുഗൽ 1 തുർക്കി 0. ഓക്കെ, സെക്കൻഡ് ഹാഫ് തുടങ്ങി. നമ്മുടെ ടച്ചോട് കൂടിയാണ് തുടങ്ങിയത്. ഓക്കെ, നമുക്ക് റൈറ്റ് കൊടുക്കാം. ബെർണാഡോ സിൽവ ഗോൾ അടിച്ച പ്ലെയറാണ്. ഓക്കെ, പുള്ളിന് പോയി. ഓക്കെ, ഡിയാഗോ ഡലോട്ട്, ഒറ്റാവിയോ, റാഫേൽ ലിയാവോ. നല്ലൊരു മുന്നേറ്റമാണ്. റാഫേൽ ലിയാവോ. തുർക്കി ഗോൾ കീപ്പർ അത് പിടിച്ചെടുക്കുകയാണ്. എന്തായാലും നമുക്ക് എങ്ങനെയും കളി ജയിച്ച്. എന്തായാലും ഞാൻ ആദ്യമാണ് FC മൊബൈലിൽ യൂറോ കപ്പിൻ്റെ സീരീസ് കളിക്കുന്നത്, ടൂർണമെൻറ്റ് കളിക്കുന്നത് ഗൈസ്. ഇതിനു മുമ്പ് UCLലും മറ്റേ വേൾഡ് കപ്പേ കളിച്ചിട്ടുള്ളൂ. ഇതിനു മുമ്പ് യൂറോ കപ്പ് 2020 അന്ന് ഞാൻ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. അതാണ് അപ്പോൾ ആദ്യമായിട്ടാണ് യൂറോ കപ്പിൻ്റെ ഒക്കെ കളിക്കുന്നത്. എന്തായാലും അവർക്കൊരു ഫൗൾ കിക്ക്, അത് നമ്മുടെ പോസ്റ്റ് വരെ എത്തി. നമുക്ക് ഇങ്ങോട്ടൊരു പാസ് കൊടുക്കാം ഗൈസ്. ബ്രൂണോ ഫെർണാണ്ടസ്. 70 മിനിറ്റ് കളി തികഞ്ഞിരിക്കുകയാണ്.
Still we are leading, guys. Oh, still we are leading, but തുർക്കിയുടെ കയ്യിലെ പന്ത്. ഓക്കെ ഗൈസ്, തുർക്കി മുന്നേറുകയാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വല്ല ഗെയിമിന്റെ വല്ല സാധ്യത ചെയ്തു തരാം. തുർക്കി ഓ ഓ ഗോൾ. നോ, ഓഫ് സൈഡ്. യെല്ലോ കാർഡാ. ഇയാളവിടെ ഗോൾ ഇയാളവിടെ പുറത്തോട്ട് അടിച്ചിട്ട് എന്തിനു എനിക്കറിഞ്ഞി. റഫറിക്ക് എന്തോ ഗൈസ് കുഴപ്പമുണ്ട് ഗൈസ്. റഫറി ഒന്നും കൊള്ളൂല. ഫിഫയിൽ എനിക്കിങ്ങനെ അനുഭവങ്ങളുണ്ട് ഗൈസ്. റഫറികൾ ഒട്ടും കൊള്ളൂല. ഇടയ്ക്ക് ഈ ISL റഫറി ചെയ്തില്ലേ, അതാണ് കുഴപ്പം. ഇടയ്ക്ക് ഓഫ് സൈഡ് അല്ല എന്ന് പറയും. പിന്നെ ഇങ്ങനെ കഴിഞ്ഞിട്ട് മിക്ക റഫറിയൊക്കെ കൊടുക്കും യെല്ലോ കാർഡ് ഇങ്ങനെ. അതിപ്പോൾ ഗോൾ കിക്ക് അഡ്വാൻറ്റേജ് ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല, എന്തും കൊടുക്കും ഇത്. എന്തായാലും കളിയിലേക്ക് വരാം. 90 മിനിറ്റായി. 1-0 ആണ്. എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ തുർക്കി എന്തായാലും പിടിച്ചെടുക്കില്ല നമ്മുടെ ഒരു ഗോള്. 90 മിനിറ്റ്, 5 മിനിറ്റ് ആവട്ടെ. നമുക്കിങ്ങനെ പിടിച്ചെളിച്ചാൽ മതി ഇവിടെ. എന്നാലും മുന്നേറാൻ നോക്കാം. പോയി ഗൈസ്. എന്തായാലും ഇപ്പോൾ കഴിയും കളി. അവർക്ക് എന്തായാലും ഗോൾ അടിക്കാൻ പറ്റില്ലെന്നാണ് ഞാൻ. യെസ് ഗൈസ്, അവസാനിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് പോർച്ചുഗൽ രണ്ടാമത്തെ കളിയുടെ എൻ്റെ പ്രഡിക്ഷൻ. തുർക്കി 0 പോർച്ചുഗൽ 1. ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ. അപ്പോൾ ഈ ഒരു സ്കോറിന് പോർച്ചുഗൽ ജയിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് രാത്രിയുള്ള കളി. എന്തായാലും കളി അങ്ങനെ അവസാനിച്ചു. അപ്പോൾ നമ്മൾ 1-0 ജയിച്ചു. പോർച്ചുഗൽ 1. അപ്പോൾ നമ്മൾ 4 ഷോട്ട് അടിച്ചിട്ടുണ്ട്. പോർച്ചുഗൽ 4 ഓൺ ടാർഗറ്റ് ആയിരുന്നു. തുർക്കി ഒരു ഷോട്ട് അടിച്ചുള്ളൂ. അത് ഓൺ ടാർഗറ്റ് ആയിരുന്നില്ല. അങ്ങനെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കണ്ടിരിക്കും. ബൈ ഫ്രം KL Dev XD.